മലയോര മേഖലകളിലെ തേയിലത്തോട്ടങ്ങൾക്ക് പറയാനുള്ളത് സ്വാതന്ത്ര്യത്തിനും അപ്പുറത്തുള്ള കൃഷിക്കഥകളാണ്. അക്കാലങ്ങളിൽ ദാരിദ്ര്യത്തിൽ നട്ടം തിരിഞ്ഞ ഒരു ജനതയുടെ മുന്നിലുള്ള ഉപജീവന മാർഗമായിരുന്നു തേയിലത്തോട്ടവും ചായപ്പൊടി നിർമ്മാണവുമെല്ലാം. അക്കാലങ്ങളിലെ ഓർമ്മകളിലൂടെ കടന്നു പോവുകയാണ് വയനാട്ടിലെ തേയിലത്തോട്ടങ്ങൾ. ഇത് ചുണ്ടേൽ എസ്റ്റേറ്റിൻ്റെ ആനപ്പാറ ഡിവിഷൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ മൊത്തം ഉള്ളത് 105 ഹെക്ടർ സ്ഥലമാണ് ഉള്ളത്. അവിടെ ഇപ്പം 45ഓളം നമ്മളെ മലയാളികളും ബാക്കി അത്ര തന്നെ 50-ഓളം മൈഗ്രൻ്റ് വർക്കേഴ്സുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഒരാൾ ഇപ്പോൾ ആവറേജ് ഏകദേശം 45 കിലോ ചപ്പ് വെച്ച് ഒരു ദിവസം ഇവർ എടുക്കുന്നുണ്ട്. ഇത് എല്ലാവരും തന്നെ ഈ മലയാളികൾ പൊതുവെ ഇവിടെ ഉള്ളത് എല്ലാവരും 50 വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ആൾക്കാരാണ്. പുതുതലമുറ ഈ ജോലിയിലേക്ക് 10-20 വർഷമായിട്ടൊന്നും പുതിയ ആൾക്കാർ, കേരളത്തിലെ ആൾക്കാർ വരുന്നില്ല. കൂലി ഭയങ്കര കുറവാണ് ഞങ്ങൾക്ക്. അങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ആൾക്കാരൊന്നും വരാത്തത്. പിന്നെ വന്ന് പെട്ട ആൾക്കാർ ഒരു വലയെ കുടുങ്ങിയ മാതിരി തന്നെയാണ് ഇതിൽ പണി തന്നെ. ഇതിൻ്റെ രക്ഷല്ല. ഇനി ഒരു 5-10 വർഷം കൊണ്ട് നമ്മളെ മലയാളികൾ ഈ ഫീൽഡിൽ ഉണ്ടാവില്ല. മുഴുവൻ അന്യ സംസ്ഥാനക്കാരായിരിക്കും. ഇപ്പം തന്നെ പല എസ്റ്റേറ്റുകളിലും മുഴുവൻ അന്യ സംസ്ഥാനക്കാരാണ്. അങ്ങനെ എസ്റ്റേറ്റ് എന്തായാലും മുന്നോട്ട് പോകും. വെള്ളക്കാരിത് വെച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 100-150 വർഷത്തോളം ആയിട്ടുണ്ട്. അവരാണ് ഇവിടെ ഈ ഫീൽഡ് ഇങ്ങനെ ഈ ചായത്തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളക്കാരാണ്. അവരുടെ പിന്മുറ ഇങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അപ്പോഴൊക്കെ മാറി മാറി വന്ന് ഇപ്പോൾ ആരിസൺ മലയാളം കമ്പനിയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ 15 വർഷമായി ഇവിടെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഉമ്മ ഇപ്പൊക്കെ എസ്റ്റേറ്റ് തന്നെയാണ് പണിയെടുത്തിരുന്നത്. പിന്നെ ഇവിടെ പണിയെടുക്കാൻ തന്നെ സാധാ പണിയെടുക്കുക ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ തന്നെ കുഴപ്പമില്ലാതെ നല്ല ഇതിലാണ് വർക്ക് പോകുന്നത്. പിന്നെ ഇതിൽ എടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഈ ചപ്പ് എടുക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ടാണ് ഈ ചപ്പ് വറക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് കൈപ്പറി ഉണ്ടാവും, എല്ലാ സമയത്ത് കത്രിയിൽ പണിയെടുക്കേണ്ടി വരും. ചായപ്പൊടി ഇവിടെ നമ്മളെ ഫാക്ടറിയിൽ തന്നെ ചപ്പ് കൊണ്ടുപോകണേ. നമുക്ക് മാസത്തിലൊരിക്കൽ 1/2 കിലോ ചായപ്പൊടി നമുക്ക് ഇവർ തരാറുണ്ട്. എസ്റ്റേറ്റിൻ്റെ പേരിൽ തരാറുണ്ട്. HML ഹാരിസൺസ് മലയാളം. സ്ത്രീ പങ്കാളിത്തത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യയിലെ തൊഴിൽ മേഖലകളിലൊന്നാണ് തേയിലത്തോട്ടം മേഖല. 70% തോട്ടം തൊഴിലാളികൾ സ്ത്രീകളാണ്. ലോകത്തിലെ തന്നെ ആഡംബര പാനീയങ്ങളിലൊന്നായ ചായ ലോകത്തിലെ ഏറ്റവും ജനകീയ പാനീയമായി മാറിയതിനും പിന്നിലും ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികളുടെ കൈകളുണ്ട്. ഒരു കപ്പ് കടും ചായയിൽ ദിവസം ആരംഭിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം ഇന്ത്യക്കാരും. ദിവസത്തിൽ 1-2 തവണയോ അതിൽ കൂടുതൽ തവണയോ ചായ കുടിക്കുന്നവർ നമുക്കിടയിൽ ഉണ്ടാവും.
ബ്രിട്ടീഷുകാരാണ് ചായയെ ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തിയത്. ലോകത്തെ തേയില കയറ്റി അയക്കുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. തേയിലയുടെ ശാസ്ത്രീയ നാമം കമേലിയ സിനൻസിസ് എന്നാണ്. ഇവയുടെ ഉപയോഗത്തെക്കുറിച്ച് ആദ്യമായി തിരിച്ചറിഞ്ഞത് ചൈനക്കാരായിരുന്നു. വിശ്വപ്രസിദ്ധമായി മാറിയത് ബ്രിട്ടീഷുകാർ വഴിയാണ്. ചൈനക്കാർക്കായിരുന്നു ഈ അപൂർവ വൃക്ഷത്തെക്കുറിച്ച് പൗരാണിക കാലം മുതൽ അറിവുണ്ടായിരുന്നു എന്നാണ് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള കഥ. ചൈനീസ് ചക്രവർത്തിയായിരുന്ന ഷെൻനോങ് ഭക്ഷണം കഴിച്ച് മരച്ചുവട്ടിൽ വിശ്രമിക്കവേ കുടിക്കാൻ തയ്യാറാക്കിയ തിളച്ച വെള്ളത്തിൽ കാറ്റിനൊപ്പം ഒരു ഇല പാറി വീണു. ഇതോടെ വെള്ളത്തിന് പുതുരുചി ലഭിച്ചെന്ന് മാത്രമല്ല, ചക്രവർത്തിക്ക് പതിവില്ലാത്ത ഉന്മേഷവും കൈവന്നു. അതോടെ ചായ എന്ന ഇലയ്ക്ക് ദിവ്യ പരിവേഷം സൃഷ്ടിച്ചു. ചൈനയിൽ നിന്നും വയനാട്ടിലേക്ക് പോയാലോ? വയനാട്ടിലെ ചുണ്ടയ്ക്കടുത്തുള്ള ചേലോട് ഓർത്തഡോക്സ് ടീ ഫാക്ടറി യാഥാസ്ഥിതിക ബ്രിട്ടീഷ് ചായപ്പൊടി നിർമ്മാണ പ്രക്രിയ ഉപയോഗിക്കുന്ന മഹത്തായ ടീ ഫാക്ടറികളിലൊന്നാണ് ചേലോട് ടീ ഫാക്ടറി. ഏകദേശം 100 വർഷത്തെ പഴക്കമുണ്ട് ഈ ടീ ഫാക്ടറിക്ക്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ പഴയ യന്ത്രങ്ങൾ ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കാലങ്ങളോളം ചൈനക്കാർ തങ്ങൾക്ക് കിട്ടിയ ഈ അമൂല്യമായ അറിവിനെ അതിർത്തിക്ക് പുറത്തു പോവാതെ കാത്തുസൂക്ഷിച്ചു. ചായയെ ഔഷധമായാണ് അവർ കരുതിയിരുന്നത്. കയ്പുള്ള ഔഷധച്ചെടിയെന്ന് ടു എന്ന ഉച്ചാരണമുള്ള ചൈനീസ് വാക്കിൽ നിന്നാണ് ചായയുടെ ചൈനീസ് നാമം രൂപാന്തരപ്പെട്ടത്. ഇതാണ് ചുണ്ടയിലെ തേയില ഫാക്ടറി. ഇവിടെയാണ് തേയില നിർമ്മാണത്തിൻ്റെ യഥാർത്ഥ പ്രക്രിയ ആരംഭിക്കുന്നത്. തോട്ടം തൊഴിലാളികൾ നുള്ളിയെടുത്ത തേയില വാഹനത്തിലാക്കി കയറ്റി അയക്കുന്നത് ഇവിടേക്കാണ്. ഇവിടെ എത്തിയാൽ തേയില നിർമ്മാണത്തിൻ്റെ പരമ്പരാഗത വഴികളിലൂടെ സഞ്ചരിക്കാം. സ്വാതന്ത്ര്യത്തിനും അപ്പുറമുള്ള തേയില നിർമ്മാണ രീതികൾ കാണാം. 1927 തുടങ്ങിയ തേയില ഫാക്ടറിയിൽ അന്നത്തെ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇന്നും തേയില ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. നല്ല സ്വർണ്ണ നിറമുള്ള ഈ യന്ത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഗൺ മെറ്റൽ കൊണ്ടാണ്. അതിനാൽ ഇവ ഇന്നും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു. 1927കളിൽ കുടിയേറ്റ ജനതയുടെ ഉപജീവന മാർഗമായാണ് ഈ തേയില ഫാക്ടറിയുടെ ഉദയം.
പരമ്പരാഗത രീതിയിൽ തേയില കൊളുന്തുകൾ സംസ്കരിച്ചുണ്ടാക്കുന്ന തേയിലയെ അടുത്തറിയണമെങ്കിൽ ഇവിടെ എത്തണം. ചായപ്പൊടി നിർമ്മാണത്തിൻ്റെ ആദ്യ പ്രക്രിയ ഫീൽഡിൽ നിന്നും തൊഴിലാളികൾ പറിച്ചെടുത്ത തേയില കൊണ്ടുവന്നതിനു ശേഷം 18-20 മണിക്കൂറിൽ വിതറിംഗ് പ്രോസസ്സിൽ ഇട്ട് വാട്ടുന്നു. കൊളുന്തുകളിലെ ജലാംശം കുറയ്ക്കുന്നതിന് വിറകിൽ പ്രവർത്തിക്കുന്ന ട്രയറുകളിലേക്കാണ് ആദ്യം ഇടുന്നത്. 18 മണിക്കൂറിന് ശേഷം തേയിലയുടെ ജലാംശം ഏകദേശം 58% കുറയുന്നു. ഇലകളിലെ ജലാംശം നിശ്ചിത സമയത്തിനുള്ളിൽ വാട്ടി താഴെയുള്ള തടി കുഴലിലൂടെ അരയ്ക്കുന്നതിനായി നൽകുന്നു. വിതറിങ്ങിനു ശേഷം വരുന്ന അടുത്ത ഘട്ടം റോളിംഗ് ആണ്. ഇവിടെയാണ് തേയില അരയ്ക്കുന്നത്. തേയില അരയ്ക്കപ്പെടുന്ന സമയത്ത് തന്നെ തേയിലയുടെ നാരുകൾ പൊട്ടി സുഗന്ധം വമിക്കുന്ന രീതിയിലേക്കത് മാറുന്നു. ശേഷം പുളിപ്പിക്കൽ പ്രക്രിയയാണ്. 4ാം ഘട്ടമാണ് ഫെർമെൻറ്റേഷൻ ഏരിയ. അരച്ച തേയില ഏകദേശം 1.5 മണിക്കൂർ നിലത്ത് വിരിച്ച് ഇട്ടതിനു ശേഷം ഡ്രയറിലേക്ക് മാറ്റുന്നു. അടുത്തത് 5ാം ഘട്ടമായ ഡ്രൈയിങ് ആണ്. ഇതിലൂടെ ഏകദേശം 230 ഡിഗ്രി ചൂട് കൊടുത്ത് ചായപ്പൊടിയിട്ട് അതിനെ വറുത്തെടുക്കുന്ന രീതിയാണ് ഇവിടെ നടക്കുന്നത്. തേയില അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഡ്രൈയിങ് എന്ന പ്രക്രിയ കഴിഞ്ഞ് കൂട്ടി ഇട്ടിരിക്കുകയാണ്. ഇനി 6ാമത്തെ പ്രക്രിയയാണ്. ഇതിനെ ഫെബ്രമാറ്റ് മിഷൻ എന്ന് പറയുന്നു. ഇത് ചായപ്പൊടിയിലുള്ള വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇതിലൂടെ ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് വേസ്റ്റുകളാണ്. നല്ല ചായപ്പൊടി ഇതിൻ്റെ അടിയിലൂടെ വന്നിട്ട് അവസാനം ശേഖരിക്കപ്പെടുന്നു. ചായപ്പൊടി നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടമാണ് ഗ്രേഡിംഗ്. പലതരം മെഷ് വെച്ചതിനു ശേഷം സൈസ് അനുസരിച്ചാണ് ഇതിൻ്റെ ഗ്രേഡിംഗ് നടക്കുന്നത്. പിന്നീട് വിവിധ ഇനം തേയിലയായി പാക്കറ്റുകളിലാക്കുന്നു. വലിയ ബാഗുകളിൽ ഈ തേയില പോകുന്നത് വിദേശങ്ങളിലേക്കാണ്. തേയിലച്ചെടിയുടെ തളിരിലകൾ മാത്രമേ ചായ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇലയുടെ കൂമ്പും 2 തളിരിലകൾ മാത്രമാണ് ഇതിനായി നുള്ളിയെടുക്കുന്നത്. തളിര് നുള്ളിയെടുക്കുന്ന ഇടങ്ങളിൽ പുതിയ ഇലകൾ വീണ്ടും വളർന്നു വരുന്നു. വലിയ തേയിലത്തോട്ടങ്ങളിൽ
തേയില നുള്ളൽ വർഷം മുഴുവനും തുടരുന്ന ഒരു ജോലിയായിരിക്കും. വർഷം മുഴുവനും ഇല നുള്ളുമെങ്കിലും പുതിയ ഇലകൾ വളരുന്നതിന് ഓരോയിടത്തും നിശ്ചിത ഇടവേളകൾ നൽകുന്നു. തോട്ടത്തിൻ്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് ഈ ഇടവേളയുടെ ദൈർഘ്യം വ്യത്യാസപ്പെട്ടിരിക്കും. താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ ഇടവേള ഒരാഴ്ചയാണെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളിൽ ഇത് 2 ആഴ്ച വരെയാണ്. തേയില നുള്ളുന്നത് വളരെ വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലാണ്. സ്ത്രീകളാണ് ഈ മേഖലയിൽ കൂടുതലായും ഏർപ്പെടുന്നത്. ഇവർ ഇലകൾ നുള്ളി പുറത്ത് കെട്ടിയിട്ടുള്ള തൊട്ടിയിൽ നിക്ഷേപിക്കുന്നു. ഈ തൊട്ടികൾ അവരുടെ നെറ്റിയിലേക്കായിരിക്കും കെട്ടിയിരിക്കുക. തേയിലക്കൊളുന്തുകൾ ശേഖരിക്കുന്നതിന് പരമ്പരാഗത രീതിക്ക് പുറമെ സഞ്ചി ഘടിപ്പിച്ച വലിയ കത്രിക പോലെയുള്ള ഒരു ഉപകരണമാണ് ഇവരുടെ കൈവശമുണ്ടാവുക. തേയില നുള്ളുന്നതിനു പുറമെ ചെടികൾക്കിടയിലെ കളനീക്കം ചെയ്യലും തോട്ടങ്ങളിലെ പ്രധാനപ്പെട്ട ജോലിയാണ്. ചെടിയുടെ കടയിലെ മണ്ണിളക്കുക, വളമിടുക, ഗുണനിലവാരം കുറഞ്ഞ ചെടികളെ നീക്കം ചെയ്ത് പുതിയവ നടുക എന്നിങ്ങനെ വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന ജോലിയാണ് തേയിലത്തോട്ടങ്ങളിലേത്. ഇപ്പൊ നമ്മള് ടീച്ചേഴ്സിന് റെഡി ആയിരിക്കുകയാണ്. ഇത് അടുപ്പിൽ നിന്ന് മൊത്തത്തിൽ വരുന്ന ബൾക്ക്, നമ്മുടെ ബീഫ് വറുത്ത് വരുന്ന ബൾക്കാണ്. മൊത്തത്തിൽ എല്ലാം കൂടെ ചേർന്നാണ് ഇത്. അതിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത ഒരു ലീഫ് കേടാണ്. ഇത് TFP എന്ന് പറയും. TFP എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പിംഗ് പെക്കോൺ തന്നെ ഫുൾ ടൈം. TFP ഇത് വലിയ ടൈപ്പാണ്, ലീഫ് ടൈപ്പ്. ഇത് ബ്രോക്കൺ ടൈപ്പാണ്. ഇത് TTBOP എന്ന് പറയും. ബീഫ് എന്ന് പറഞ്ഞാൽ ടിപ്പിംഗ് ഗോൾഡൻ ഓറഞ്ച് പെക്കോ, അതൊരു ഗ്രേഡാണ്. അത് കഴിഞ്ഞ് ഫൈനിക്സ് ഗ്രേഡോട് വരുന്നുണ്ട്. ഇച്ചിരി പൊടിയാണ്. പിന്നെ BOP ഫൈനിക്സ് എന്ന് പറയും, ബ്രോക്കൺ ഓറഞ്ച് പെക്കോ ഫൈനിക്സ്. ഇത് ഡസ്റ്റ് ഗ്രേഡാണ്. ഇത് BOP ഡസ്റ്റ്, ബ്രോക്കൺ ഓറഞ്ച് പെക്കോ ഡസ്റ്റ് എന്നാണ് പറയുന്നത്. മൊത്തത്തിൽ പറയുമ്പോൾ ഈ ബൾക്കിൽ വന്നാണ് ഇതെല്ലാം. പിന്നെ അതിന്റെ ടീ വേസ്റ്റ് ഉണ്ട്. അത് ലാസ്റ്റ് നമ്മൾ പറയും. ടീ വേസ്റ്റ് വീടിന്റെ എടുത്ത് ചേർക്കുന്ന റിജക്ഷൻ ആണ് ടീ വേസ്റ്റ്. ഇത് നമ്മൾ ഒരു മാർക്കറ്റിൽ കൊടുക്കാറുണ്ട്. ഇൻസ്റ്റന്റീരിയൂഷന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇത് ഇൻഫ്യൂഷന് വേണ്ടി റെഡിയായിരിക്കുന്ന ഒരു ഇതാണ്. ഇതിന് ഫ്രൈ ലീഫ് എന്ന് പറയും. ഇത് ലിക്കർ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണം. ഇപ്പൊ ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളിതിന്റെ ഫ്ലേവർ നോക്കുന്നു. നമുക്ക് നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല അരോമ കിട്ടുന്നുണ്ട്. ഫ്രൈ നമ്മൾ ഇൻഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇൻഫ്യൂഷൻ നമുക്കിവിടെ ബ്രൈറ്റ് ആയിട്ട് കാണണം. ഇൻഫ്യൂഷൻ ബ്രൈറ്റ് ആണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ചായ എന്നുള്ളതിന്റെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ഇൻഫ്യൂഷൻ നല്ല ബ്രൈറ്റ് ആയിരിക്കണം. ഡള്ളായി കഴിഞ്ഞാൽ ആ ടീയുടെ ഗുണമേന്മ മോശമായിരിക്കും. ഇൻഫ്യൂഷൻ ബ്രൈറ്റ് ആണ്. നമ്മളിനിയും ഇവിടെ നമ്മൾ ലിക്കർ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സ്പൂൺ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഈ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്പൂണിൽ എടുത്തിട്ട് ഇത് കുടിച്ചെടുക്കരുത്. വെക്കാനും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ആ മൗത്തിൽ കംപ്ലീറ്റ് അത് നിറഞ്ഞു നിൽക്കണം. നാക്കിൽ നമുക്കൊരു അതിൻ്റെ ഒരു പൊട്ടൽ നമുക്ക് കിട്ടണം. ഫുൾ ടേസ്റ്റ് കിട്ടണം. മതി. ടീ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൗത്തിൽ നല്ലൊരു ബ്രിസ്ക് എന്ന് പറയും, ബ്രിസ്കൻസ് കിട്ടണം നമുക്ക്. അതിന് വേണ്ടി ഒരു ചെറിയ നാട്ടിലെ ഒരു ഒട്ടൽ മാതിരി ആ ലീക്കറിൽ നമുക്ക് നല്ലൊരു കൂട്ടി നിൽക്കുന്ന മാതിരി ഏകദേശം കുടിക്കാൻ പറ്റാൻ അങ്ങനെ തന്നെ ഒരു വായ നല്ലൊരു ബ്രിസ്കൻസ് കിട്ടുന്നുണ്ട്. നല്ല ഗുണമേന്മയുള്ള തേയിലയാണിത് ടേസ്റ്റ് ചെയ്യുമ്പോൾ. വയനാട്ടിൽ നിന്നും ക്യാമറാമാൻ ജിഷ്ണുവിനൊപ്പം ICGക്ക് വേണ്ടി ശ്രീജിത.